നമ്മുടെ ചെവി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ്. പലരും പല കാര്യം കൊണ്ടും ക്ലീൻ ചെയ്യുന്നത് കാണാറുണ്ട്. ചെപ്പിത്തോണ്ടി, കോഴിത്തൂവല്, കൈ കിട്ടി എന്തുടുത്തിട്ട് ചെവി ക്ലീൻ ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. പെന്ന്, പെൻസില്, പേപ്പറ്, കൈ കിട്ടിയ ചാവി എല്ലാം എടുത്തിട്ട് ചെവി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ചെവി ക്ലീൻ ചെയ്യേണ്ടത്? ചെവി ക്ലീൻ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ നമുക്കറിയാം നമ്മളെ കണ്ണുനീരുണ്ട്, കണ്ണിൽ കണ്ണുനീരുണ്ട്. എന്തിനാണ് കണ്ണുനീര്? നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. 2 ആക്ഷനാണുള്ളത്. ഒന്ന് ക്ലീനിങ്, 2 പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെയാണ് ചെവിക്ക് ചെപ്പി എന്നുള്ളത്. ചെവിക്കായം, വാക്സ് പല പേരുകളിലും അറിയപ്പെടും. നമ്മുടെ ചെവിയുടെ 2 മെക്കാനിസംസാണ്. ഒന്ന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ചെപ്പിയുള്ളത്, രണ്ടാമത്തത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവിയുടെ അകത്തുനിന്ന് ഈ ചെപ്പി ഉള്ളിൽ നിന്ന് ഉണ്ടായി നമ്മളെ വിവിധ ഗ്രന്ഥികളിൽ നിന്ന് ചെപ്പി ഉൽപ്പാദിപ്പിച്ച് അകത്തുനിന്ന് പുറത്തോട്ടൊരു പ്രത്യേക രീതിയിൽ, പ്രത്യേക ഒരു ആക്ഷനിലൂടെ അത് പുറന്തള്ളപ്പെടുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, സെൽഫ് ക്ലീനിങ് മെക്കാനിസം എന്ന് പറയും. അതിൽ നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മളൊരു കാര്യം കൊണ്ടോ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു ആക്ഷനാണ് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള ഒരുപാട് പുറത്തുള്ള പൊടികളും പ്രാണികളൊക്കെ അകത്ത് കടക്കുന്നത് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് ഈ വാക്സ് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെവി ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെവി ക്ലീൻ ചെയ്തിരിക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഒന്ന് കൈ തട്ടും. ആ സമയത്ത് അത് ചെവിക്കകത്ത് കർണപടത്തിൽ നമ്മുടെ ചെവിയുടെ പാട പൊട്ടിപ്പോകാനും ഇൻഫെക്ഷനും ഒക്കെ കാരണമാവും. അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ചെവി ക്ലീൻ ചെയ്യേണ്ടത് വേറൊരാളുടെ സഹായത്തോടു കൂടി, ഡോക്ടറുടെ സഹായത്തോടു കൂടിയാണ്. കാരണം നമ്മുടെ ചെവി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ട്യൂബല്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കനാലല്ല. അതൊരു എസ് ഷേപ്പ്ഡ് എന്ന് പറയും, നമ്മൾ വളഞ്ഞ് പൊളഞ്ഞ് നിൽക്കുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരാൾ ചെവി വലിച്ചു പിടിച്ച് അത് നേരെയാക്കി വളരെ സൂക്ഷ്മമായിട്ട് വളരെ ജെൻറ്റിലായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ചെവി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കണ്ണിന് കണ്ണുനീര് പോലെയാണ് ചെവിക്ക് ചെപ്പി എന്നുള്ളത്. അപ്പോൾ ആരും ചെവി ക്ലീൻ ചെയ്യരുത്. താങ്ക് യു.